ഹായ്, നമ്മൾ പഠിക്കുന്നത് S4 മാത്സിലെ സെക്കൻഡ് മോഡ്യൂളിലെ സെക്കൻഡ് മോഡ്യൂളിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വേറൊരു പേരാണ് ഗാസിയൻ ഡിസ്ട്രിബ്യൂഷൻ. ഇതിനകത്തുനിന്ന് ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നമുക്ക് 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്, ഷുവർ ക്വസ്റ്റ്യൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്ന് പറയുന്നത് f(x) = 1/√2π sigma e raised to minus x minus mu the whole square by 2 sigma square where minus infinity less than x less than infinity. ഇവിടെ x ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ. നമുക്ക് എഴുതാം x ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടുത്തെ പാരാമീറ്റേഴ്സ് ആരൊക്കെയാണ്? മ്യൂവും സിഗ്മയും ആണ്. പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ. അപ്പൊ നമുക്ക് എഴുതാം x ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ. ഇവിടുത്തെ മ്യൂ എന്താണ്? മീൻ ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ മീൻ ആണ്. ഈ മീനിന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വരാം. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ നമുക്ക് മ്യൂവിൽ എടുക്കാം. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈ സിഗ്മയുടെ വാല്യൂ ആൾവേസ് ഗ്രേറ്റർ ദാൻ 0. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അത് പോസിറ്റീവ് ആണ്. ഇവിടുത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മെയിൻ എന്ന് പറയുന്നത് മ്യൂ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. അതേപോലെ മീനും മീഡിയനും മോഡും ഈക്വൽ ആണ്. ഈ 3 പാരാമീറ്ററും ഈക്വൽ ആണ്. മീൻ, മീഡിയൻ, മോഡ്, ഇത് 3ഉം നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് ഈക്വൽ ആണ്. എന്താണ് മ്യൂ എന്ന് പറയുന്നത്? മീൻ ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി നമ്മൾ ഇത് വെച്ച് ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ, ഒരു നോർമൽ കർവ് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് ബെൽ ഷേപ്ഡ് ആണ്. നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന് നമ്മളൊരു കർവ് വരയ്ക്കുകയാണ്. ആ കർവ് എന്ന് പറയുന്നത് ബെൽ ഷേപ്ഡ് ആണ്. ആൻഡ് ഈ സിമെട്രിക് അബൌട്ട് ദി ആക്സിസ്. ബെൽ ഷേപ്ഡ് ആണ്. നടുക്കിങ്ങനെ ഒരെണ്ണം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 0, ഇത് മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് എന്താണ്? ബെൽ ഷേപ്പ്. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബെൽ ഷേപ്പ്. ടോട്ടൽ പ്രോബിലിറ്റി എന്താണ്? ടോട്ടൽ പ്രോബിലിറ്റി എല്ലായിടത്തും 1 ആണ്. അതേപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്തും ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. ഈ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ അണ്ടർ ദ നോർമൽ കർവ്. ഏരിയ അണ്ടർ ദ നോർമൽ കർവ് ആണ് 1 എന്ന് പറയുന്നത്. For a normal distribution, total probability equal to 1. That is, area lying under the normal curve is 1. ഈ നോർമൽ കർവില് സിമെട്രിക് ആണ്. ഇത് അപ്പുറം ഇപ്പോൾ 2 സൈഡ് സിമെട്രിക് ആണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 0.5 വരും, ഇപ്പുറത്തും 0.5 വരും. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f(x) dx എന്ന് പറയുന്നത് 1 ആണ്. ഇത് സിമെട്രിക് ആണ്. ഇപ്പുറം 0.5 ആണ്, അപ്പുറം 0.5 ആണ്. ടോട്ടൽ ഏരിയ എത്ര വരും? 1 വരും. നമുക്കിപ്പോൾ പ്രോബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ x ലെസ് ദാൻ x2 കാണണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇന്റഗ്രൽ x1 ടു x2 f(x) dx ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതേപോലെ പ്രോബിലിറ്റി ഓഫ് x ലെസ് ദാൻ x2 എന്ന് പറയുകയാണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ x2 വരെ f(x) dx ആണ്. പ്രോബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ x1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ x1 മുതൽ ഇൻഫിനിറ്റി വരെ f(x) dx. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നാലും നമ്മൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തില്ല. ഇവിടെ നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ യൂസ് ചെയ്യും. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ യൂസ് ചെയ്ത് അതിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അല്ലാതെ ഇന്റഗ്രേഷൻ ചെയ്യുന്നില്ല. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്? ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. ഇസഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നില്ല, പകരം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 സൈഡും മ്യൂ കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. x1 മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ x മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ x2 മൈനസ് മ്യൂ ബൈ സിഗ്മ. 3 സൈഡും നമ്മൾ
മ്യൂ കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. ഇതെന്താണ് ഇസെഡ്, ഇത് ഇസെഡ് ആണ്. പ്രോബിലിറ്റി ഓഫ്, നമുക്ക് ഇതിന് Z1 എന്ന് പറയാം. Z1 ലെസ് ദാൻ Z2. ഈ Z1 Z2 വാല്യൂ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ എന്താണ് ഈ നോർമൽ കർവ് ബെൽ ഷേപ്ഡ് ആണ്. സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് ആണ്. ടോട്ടൽ ഏരിയ അണ്ടർ ദ നോർമൽ കർവ് 1 ആണ്. ഇവിടെയുള്ള വാല്യൂ 0, Z ഈക്വൽ ടു 0. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി. ഇതിനിടയ്ക്ക് ഒരു വാല്യൂ Z1 എന്നൊരു വാല്യൂ ഇവിടെ കിടക്കുകയാണ്, Z1. നമുക്ക് ഈ 0 to Z1 കണ്ടുപിടിക്കണം. ഈ നോർമൽ ടേബിളിൽ നിന്ന് നമുക്ക് 0 to Z1 ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. 0 to Z1 കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രയുമാണ് വേണ്ടത്. ഇത് നമുക്ക് നോർമൽ ടേബിളിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z1. ഇതാണ് നമുക്ക് നോർമൽ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. 0 to ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് നോർമൽ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഒരുപാട് ഫോർമുലയൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ഫോർമുല പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ ആയിട്ടും കൂടെ പറയാം. നമുക്കിപ്പം ഇത് 0 ആണ്. ഇവിടെ ഒരു വാല്യൂ Z1, ഇവിടെ ഒരു വാല്യൂ Z2. ഇത് രണ്ടിനും ഇടയ്ക്കുള്ളതാണ് നമുക്ക് ആവശ്യം. ഇതാണ് വേണ്ടത്. അതായത് പ്രോബിലിറ്റി ഓഫ് Z1 ലെസ് ദാൻ Z2 കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് 0 to ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ നോർമൽ ടേബിളിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 0 to Z2 കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z2 കണ്ടുപിടിക്കാം. മൈനസ് 0 to Z1 കണ്ടുപിടിക്കാം. രണ്ടും കൂടെ കുറച്ചാൽ പോരെ. 0 to Z2 കണ്ടുപിടിക്കാം, 0 to Z1 കണ്ടുപിടിക്കാം. രണ്ടും കൂടെ കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ റിക്വയർഡ് ഏരിയ കിട്ടും. പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z1. അതേപോലെ ഒരു നെഗറ്റീവ് സൈഡിലെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു വാല്യൂ മൈനസ് Z1, ഇത് 0. നമുക്ക് ഇത്രയുമാണ് വേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഈ 0 to നെഗറ്റീവ് Z1 തന്നെയാണ് ഇപ്പുറത്തെ ഒരു 0 to Z1. സിമെട്രിക് അബൌട്ട് ആണ്, സിമെട്രിക് ആണ്, അപ്പുറം ഇപ്പുറം സിമെട്രിക് ആണ്. അപ്പൊ 0 to നെഗറ്റീവ് Z1 കണ്ടുപിടിക്കുന്നതിന് പകരം 0 to Z1 കണ്ടുപിടിച്ചാൽ മതി. ഇപ്പുറത്തെ ഒരു 0 to Z1 ഉണ്ട്. അപ്പൊ 0 to Z1 കണ്ടുപിടിച്ചാൽ മതി. പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z1 കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നോർമൽ ടേബിൾ നോക്കിയിട്ട് നമ്മുടെ റിക്കോർഡ് രീതിയിലുള്ള വാല്യൂ എടുത്ത് നമ്മുടെ ആൻസർ കണ്ടുപിടിക്കും. ഇതാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 0 ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചോ. 0 നടുക്ക് 0 ആണല്ലോ. അപ്പൊ 0 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നോർമൽ കർവ് വരയ്ക്കുമ്പോഴത്തേക്ക് ബെൽ ഷേപ്പിലാണ്, സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് ആണ് 0. Z ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ എന്താണ്? 0യേക്കാളും വലുതായിട്ടുള്ള എല്ലാം വരും. ഇത്രയുടെ വാല്യൂ എന്താണ്? പകുതിയുടെ വാല്യൂ 0.5 ആണ്. വാല്യൂ 0.5 ആണ്. നമുക്ക് നോർമൽ ടേബിൾ നോക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായില്ല. അതേപോലെ പ്രോബിലിറ്റി ഓഫ് Z ലെസ് ദാൻ 0 ആണെങ്കിലോ 0യേക്കാളും ലെസ് ദാൻ ആയിട്ടുള്ള വാല്യൂ ഇപ്പത്തുള്ള ഏരിയ, ഈ സൈഡ് ഇത് മാത്രം, ഇത്രയുടെ ഏരിയ എത്രയാണ്? അതും 0.5 തന്നെയാണ്. അപ്പൊ അതും 0.5 തന്നെയാണ്. അതിന് നമുക്ക് നോർമൽ ടേബിൾ യൂസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല, അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഗിവൺ ബൈ. നമുക്ക് y തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമുക്ക് മീനും വേരിയൻസും കണ്ടുപിടിക്കണം. സാധാ ഒരു 3 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. y തന്നിട്ടുണ്ട്. നമുക്ക് ഇത് നോക്കിയിട്ട് മീനും വേരിയൻസും കണ്ടുപിടിക്കണം. മീൻ എന്താണ്? മ്യൂ. വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്താണ് നമ്മുടെ PDF? നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്ന് ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. 1/√2π സിഗ്മ e raised to minus x minus mu the whole square by 2 sigma square. നമുക്കുള്ളത് എന്താണ്? നമുക്കുള്ളത് y ഈക്വൽ ടു 1/√104π e raised to minus x square by 104. ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ. ബൈ കമ്പയറിംഗ് ബോസ് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ മ്യൂവിന്റെ സ്ഥാനത്ത് ഇവിടെ എന്തുണ്ട്? ഇവിടുത്തെ മ്യൂവിന്റെ സ്ഥാനത്ത് ഇവിടെ 0. അപ്പൊ എന്താണ്? ഓൺ കമ്പയറിംഗ് മ്യൂ ഈക്വൽ ടു 0. അതായത് മീൻ 0 ആണ്. ഇനി എന്താണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 2 സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 104 അല്ലേ? 2 സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 104 ആണ്. അപ്പൊ സിഗ്മ സ്ക്വയർ എത്രയാണ്? 52. ഈ സിഗ്മ സ്ക്വയർ തന്നെയാണ് നമ്മുടെ വേരിയൻസ്. അപ്പം വേരിയൻസ് കിട്ടിക്കഴിഞ്ഞില്ലേ 52 ഒന്ന്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ PDF-നായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മ്യൂവും സിഗ്മയും കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഇതേപോലത്തത്.
ഫൈൻഡ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോവിംഗ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF പോലെയാണ്. നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്താണ്? അത് എഴുതും 1/√2π സിഗ്മ e റൈസ് മൈനസ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെയും എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ പോലെ വന്നിരുന്നെങ്കിൽ കമ്പയർ ചെയ്യാമായിരുന്നല്ലേ? ഇതിന് അതേപോലെ ആക്കാം. എഫ് ഓഫ് എക്സ് എന്താണ്? നമ്മുടെ ഗിവൺ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സി ഇ റൈസ് ടു മൈനസ് 1/24 എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 4 ആണ്. ഇതിനൊന്ന് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അനുസരിച്ച് എന്ത് ചെയ്യാം? -6ന്റെ അല്ല എക്സിന്റെ കോഎഫിഷ്യന്റ് -6, അതിന്റെ പകുതി -3, അതിന്റെ സ്ക്വയർ 9 ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ്. അപ്പൊ എന്ത് വരും? സി ഇ റൈസ് ടു മൈനസ് 1/24, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് -6, അതിന്റെ പകുതി -3, അതിന്റെ സ്ക്വയർ 9 ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ്. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 -9 പ്ലസ് 4. ഇങ്ങനെ ചെയ്യും. ഇതിന്റെ മെത്തേഡാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. അപ്പൊ എന്ത് വരും? സി ഇ റൈസ് ടു മൈനസ് 1/24 ഇൻറ്റു ഇത്രയും എന്താണ്? ഇത്രയും എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ആണ്. മൈനസ് ഇത് രണ്ടും കൂടെ എന്ത് വരും? 5 -5 ഇത്രയും വന്നു. ഇനി രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് സി ഇ റൈസ് ടു എ റൈസ് ടു എം പ്ലസ് എൻ എങ്ങനെ എഴുതാം? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ഇ റൈസ് ടു മൈനസ് 1/24 ഇൻറ്റു എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്രത്യേകിച്ച് എടുക്കാം ഇൻറ്റു ഇ റൈസ് ടു 5/24 ഇങ്ങനെ എടുക്കാമല്ലോ. ഇങ്ങനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എടുക്കും. ഇ റൈസ് ടു ഈ -5ഉം ഈ 1/24 കൂടെ എന്താവും? ഇ റൈസ് ടു 5/24 പ്രത്യേകിച്ചും ബാക്കി ഇ റൈസ് ടു മൈനസ് 1/24 ഇൻറ്റു എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്രത്യേകിച്ചും ഇങ്ങനെ എടുത്തു. ഇനി എന്താണ്? ഈ സിയും ഇ റൈസ് ടു 5/24 കൂടെ ഒരുമിച്ചെടുക്കാം. ബാക്കി എന്താണ്? ഇ റൈസ് ടു മൈനസ് 1/24 എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. ഇതല്ലേ? ഇതാണല്ലോ. ഇനി എന്ത് ചെയ്യാം? നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ മതി. നമ്മുടെ PDF ഇതാണ്. ഇതും കൂടെ കമ്പയർ ചെയ്താൽ മതി. എന്ത് കിട്ടും? ബൈ കമ്പയറിങ്. ഇത്രയും കെ ആണ്, ഇത്രയും കോൺസ്റ്റന്റ് കെ ആണ്. ഇവിടെ കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്താണ്? ഇത്രയൊക്കെ നമുക്ക് കെ എന്ന് കൊടുക്കാം, ഇത്രയ്ക്കും കോൺസ്റ്റന്റ് കെ എന്ന് കൊടുക്കാം. അപ്പൊ എന്താണ്? സോറി, നമുക്കത് കമ്പയർ ചെയ്തിട്ട് മീനും കണ്ടുപിടിക്കാം. മീൻ എന്താണ്? ഓൺ കമ്പയറിങ് മീൻ എന്താണ്? മ്യൂ. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മ്യൂവിന്റെ സ്ഥാനത്ത് ഇവിടെ 3 ആണ്. അപ്പൊ മീൻ 3 ആണ്. മീൻ 3 എന്ന് കിട്ടിക്കഴിഞ്ഞു. മീൻ 3 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 2 സിഗ്മ സ്ക്വയർ ഈക്വൽ 24 ആണ്. 2 സിഗ്മ സ്ക്വയർ ഈക്വൽ 24 ആണ്. അപ്പൊ സിഗ്മ സ്ക്വയർ എന്ത് വരും? 12 ആണ്. ഇതിനെ നമ്മുടെ വേരിയൻസ്. അപ്പൊ വേരിയൻസ് ഈക്വൽ ടു 12. കിട്ടിയില്ലേ? ഈ ക്വസ്റ്റിനിൽ ഇപ്പം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒരു കോൺസ്റ്റന്റ് സിയും കൂടെ ഉണ്ട്. ആ സിയും കൂടെ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യായിരുന്നു? ഫൈൻഡ് സി എന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ത് ചെയ്യായിരുന്നു? അവിടെ കിടക്കുന്ന സി അല്ലേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഈ പോർഷനും ഇതും ആയിരിക്കുമല്ലോ സെയിം വരേണ്ടത് അല്ലേ? അതും ഇതുമായിരിക്കും സെയിം. അതായത് 1/√2π സിഗ്മ ഈക്വൽ ടു സി ഇ റൈസ് ടു 5/4 എന്നാണ്. അപ്പൊ ഈ സി എന്ത് കിട്ടും? ഇ റൈസ് ടു 5/4 അല്ലേ? ഈ സി മാത്രം എന്തൊരു താഴെ വരും. √2π സിഗ്മ ബൈ ഇ റൈസ് ടു 5/4 എന്ന് വരും. ഇവിടുത്തെ സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എന്താണ്? അല്ല, ഇതും കൂടെ ഇവിടുന്ന് സി കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ സി ഈക്വൽ ടു എന്ത് വരും? ഇങ്ങനെ വരും. 1 ഈ സി കൂടെ ഈ ഇ റൈസ് ടു കൂടെ താഴോട്ട് വരും. 1/√2π സിഗ്മ ഇ റൈസ് ടു 5/4 എന്ന് വരും. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ സ്ക്വയർ നേരത്തെ കിട്ടി 12 പറഞ്ഞു. അപ്പൊ സിഗ്മ എന്താണ്? √12 ആണ്. അതുകൊണ്ട് അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മുകളിൽ കയറുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് 5/4 ബൈ √2π. സിഗ്മ എന്താണ്? √12
അപ്പോൾ എന്താവും e⁻⁴ ബൈ √24π എന്ന് കിട്ടും. നമുക്ക് സി കൂടെ കാണാൻ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വേരിയേറ്റ് വിത്ത് മീൻ 1, മീൻ എന്താണ് mu 1 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σ3, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് 3.43 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6.19. നമ്മൾ എന്ത് ചെയ്യും? 3 സൈഡും mu കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. അതായത് പ്രോബിലിറ്റി ഓഫ് 3.43 മൈനസ് mu ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മൈനസ് mu ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6.19 ബൈ സിഗ്മ, എല്ലായിടത്തും ബൈ സിഗ്മ. ഇങ്ങനെ ചെയ്യും. അവിടെ 6 മൈനസ് mu, എല്ലായിടത്തും mu കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. ഇതെന്താണ്? ഇതിന്റെ വാല്യൂ ഇസഡ് എന്നാണ്. ഇത് ഇസഡ് ആണ്. പ്രോബിലിറ്റി ഓഫ് ഇവിടെ ഇസഡ് ആണ്. ഇവിടെ എന്ത് ചെയ്യാം? ഈ മ്യൂവിന്റെ സിഗ്മയുടെ വാല്യൂ കൊടുക്കാം. 3.43 മൈനസ് mu എത്രയാണ്? 1 സിഗ്മ 3. ഇവിടെ എന്ത് വരും? 6.19 മൈനസ് 1 ബൈ 3. അപ്പൊ ഇവിടെ ഇസഡ് എന്ന് മാറ്റി എഴുതി. ഇവിടെ രണ്ടോടെ വാല്യൂ കൊടുക്കും. ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ പ്രോബിലിറ്റി ഓഫ് 0.81 എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.73 എന്ന് കിട്ടും. അതായത് 0.81നും 1.73ക്കും ഇടയ്ക്ക് വരുന്ന റീജിയന്റെ ഏരിയയാണ് വേണ്ടത്. നമ്മളിവിടെ ഇന്റഗ്രേഷൻ ചെയ്യുന്നില്ല, നോർമൽ ടേബിൾ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. നമുക്കൊരു കർവ് വരച്ച് നോക്കാം. എന്താണ്? നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ് ആൻഡ് സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് അല്ലേ? ടോട്ടൽ ഏരിയ അണ്ടർ ദ നോർമൽ കർവ് ഈസ് 1. അപ്പോൾ പകുതി എത്ര വരും? ഇവിടെ ഇപ്പുറം 0.5 അപ്പുറം 0.5 അല്ലേ? 0.5 വീതമാണ്. പോസിറ്റീവ് സൈഡിലുള്ള ഭാഗവും നെഗറ്റീവ് സൈഡിലുള്ള ഭാഗത്തിന്റെയും ഏരിയ ഈക്വൽ ആണ്. 0.5 വീതമാണ്. ടോട്ടൽ ഏരിയ അണ്ടർ ദ നോർമൽ കർവ് എന്ന് പറയുന്നത് 1 ആണ്. കാരണം ടോട്ടൽ പ്രോബിലിറ്റി 1 അല്ലേ? ഇവിടെ എന്താണ്? നടുക്ക് വരുന്ന 0 ആണ്. ഈ രണ്ട് വാല്യൂസും പോസിറ്റീവ് അല്ലേ? 0.81ഉം 1.73 നെഗറ്റീവ് ആണെന്നൊന്നും ഇല്ലല്ലോ, പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂ വരും. 0.81ഉം കുറച്ച് ഇപ്പുറത്തായിട്ട് 1.71. നമുക്ക് ആവശ്യം എന്താണ്? ഈ രണ്ടിന്റെ ഇടയ്ക്കുള്ള വാല്യൂ ആണ് ആവശ്യം. നോക്ക്, ഇങ്ങനെ ഇരിക്കും ഭാഗം. നമുക്കിതാണ് വേണ്ടത്. ഇത്രയുടെ ഏരിയ വേണം. ഇതിന്റെ ഏരിയ എങ്ങനെയാണ് വിളിക്കും? ഒരു നോർമൽ ടേബിൾ ഉണ്ട്. നോർമൽ ടേബിളിൽ നിന്ന് നമുക്കൊരു 0 to പോസിറ്റീവ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. 0 to ഒരു പോസിറ്റീവ് വാല്യൂ കണ്ടുപിടിക്കാം. അതായത് 0 to 1.71 കണ്ടുപിടിക്കാം, 0 to 0.81 കണ്ടുപിടിക്കാം. രണ്ടും കൂടെ കുറച്ചേ പോലെ 0 to 1.71 കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.73 ആണ്. 1.73 ആയിരുന്നു. അത് കണ്ടുപിടിച്ചിട്ട് അതേപോലെ 0 to 0.81 കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0.81 കണ്ടുപിടിക്കാം. രണ്ടും കൂടെ കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ കിട്ടും. അതായത് 0 to ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് നോർമൽ ടേബിളിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നോർമൽ ടേബിൾ നമ്മുടെ ടെസ്റ്റിന്റെ ബാക്കിൽ തന്നെ ഒരു നോർമൽ ടേബിൾ ഉണ്ട്. ഇതാണ് നോർമൽ ടേബിൾ. ഈ നോർമൽ ടേബിൾ നോക്കിയാണ് നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഇങ്ങോട്ട് 0.0, 0.0, 0.1, 0.2 അങ്ങനെ 0.5, അടുത്ത് 1.0 കണ്ടോ അങ്ങനെ വന്ന് 1.5 വരെ വന്ന് 2.0 വന്ന് 2.5 വരെ വന്നു. അടുത്ത് 3, 3.4 ഇങ്ങനെ പോവുകയാണ്. ഇങ്ങോട്ടാണെങ്കിലോ 0.00, 0.01, 0.02, 0.03, 0.04 അങ്ങനെ 0.09 വരെ പോവുകയാണ്. നമ്മൾ ഇത് നോക്കിയാണ്, ഈ ടേബിൾ നോക്കിയാണ് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കും. നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്? 1.73 വേണം. 1.73 എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 1.7 വരുന്നുണ്ടോ? അവിടുത്തെ 1.7 നിന്നും പിന്നെ അങ്ങോട്ട് എന്താണ് 0.03 കൂടെ നോക്കിയാൽ മതി. 0.03 ഇവിടെ ഉണ്ടല്ലോ. ഇത് 0.00, 01, 02, 03. അപ്പം 1.7 എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് 0.03 കൂടെ എടുത്താൽ മതി. അങ്ങനെ കിട്ടുമ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് നോർമൽ ടേബിളിൽ നിന്ന് കിട്ടിയ വാല്യൂ ആണ് 0.4582. അതിന് 0.81 കൂടെ വേണം. 0.81 എങ്ങനെ കണ്ടുപിടിക്കും? ഈ നോർമൽ ടേബിൾ തന്നെ 0.8 ഉണ്ട് ഇവിടെ. 0.8 പിന്നെ എന്താണ് 0.01 കൂടെ എടുത്താൽ മതി. 0.81
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുത്താൽ മതി. അതെന്ത് വരും? 0.2910 ആണ് വരുന്നത്. 0.2910 രണ്ടും കൂടെ കുറയ്ക്കുമ്പോഴത്തേക്ക് 0.1672 എന്നാണ് കിട്ടുന്നത്. ഇത് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ആണ്. ഈ ടേബിളിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് നമുക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നോർമലിന്റെ ടേബിൾ പ്രത്യേകിച്ച് വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു ചെറിയ ബുക്ക്ലെറ്റ് അതായത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇതിന്റെ ഫോട്ടോ കോപ്പി നമുക്ക് എക്സാം ഹാളിൽ പെർമിറ്റഡ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. If x is a normal variate with mean 30, mean എന്ന് പറഞ്ഞാൽ എന്താണ്? mu 30, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 5 തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് 26 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. നമ്മൾ എന്ത് ചെയ്യും? മൂന്ന് സൈഡും mu കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. അതായത് പ്രോബിലിറ്റി ഓഫ് 26 മൈനസ് mu ബൈ സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മൈനസ് mu ബൈ സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 മൈനസ് mu ബൈ സിഗ്മ. കണ്ടോ? നമ്മൾ ഈ മൂന്ന് സൈഡും mu കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. ഇതെന്താണ്? ഇത് ഇസെറ്റ് ആണ്. ബാക്കിയുള്ളത് നമുക്ക് വാല്യൂ കൊടുക്കാം. പ്രോബിലിറ്റി ഓഫ് 26 മൈനസ് mu എന്താണ്? 30 ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 മൈനസ് 30 ബൈ 5. ഇങ്ങനെയാണ്. ഇതെന്താണ്? പ്രോബിലിറ്റി ഓഫ് മൈനസ് 4 ബൈ 5 ആണ്. മൈനസ് 4 ബൈ 5 എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് 0.8 എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 10 ബൈ 5 2 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ആവശ്യം. അതായത് നമുക്കിനി ഒരു നോർമൽ കർവ് വരച്ച് നോക്കാം. നോർമൽ കർവ് എന്താണ്? ബെൽ ഷേപ്ഡ് ആണ്. നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്, ആന്റി സിമെട്രിക് അബൌട്ട് ദി ആക്സിസ്. ഇത് ഇവിടെ 0 ആണ്. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് വരും. ഇതെന്താണ്? ടോട്ടൽ ഏരിയ അണ്ടർ ദ നോർമൽ കർവ് 1 ആണ്. ഓരോ സൈഡും 0.5 വീതമാണ്. ഇത്രയൊക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ എന്താണ്? മൈനസ് 0.8, നെഗറ്റീവ് സൈഡിലെ ഒരു 0.8 മൈനസ് 0.8 പോസിറ്റീവ് സൈഡിലെ ഒരു 2 അതിനിടയ്ക്ക് വരുന്ന റീജിയൻ ആണ്. കണ്ടോ? അതിനിടയ്ക്ക് വരുന്നത്. അപ്പൊ ഇത്രയും വരും. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയുടെ ഏരിയ ആണ്. അതായത് മൈനസ് 0.8 മുതൽ 0 പ്ലസ് 0 ടു 2 അല്ലേ? 0 ടു മൈനസ് 0.8 0 ടു 2 കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി ഒരു കാര്യം കൂടെ, 0 ടു മൈനസ് 0.8 നമുക്ക് ടേബിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. 0 ടു മൈനസ് 0.8 ആണ്. 0 ടു 0.8 സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് എന്നല്ലേ? ഈ ആക്സിസിന്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡിന്റെ ഒരേപോലത്തെ ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ സിമെട്രിക് ആയിട്ട് ഒരു ഏരിയ അപ്പുറത്ത് വരും. 0 ടു നെഗറ്റീവ് 0.8 തന്നെയാണ് 0 ടു 0.8. അതായത് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസെറ്റ് ലെസ് ദാൻ 0.8 പ്ലസ് വീണ്ടും 0 ടു 2 പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസെറ്റ് ലെസ് ദാൻ 2. ഇതെടുത്താൽ മതി. ഇനി നേരത്തെ പോലെ നമ്മുടെ നോർമൽ ടേബിൾ എടുത്തിട്ട് 0.8 വരുന്നിടത്തുള്ള വാല്യൂ എത്ര? അപ്പൊ എന്താണ്? നമ്മുടെ ഈ സൈഡിൽ ഒരു 0.8ഉം ഇവിടെ എന്ത് വരും? 0.8 ഉള്ളൂ. ഈ സൈഡിൽ 0.8 വരുന്നത്, ഇവിടെ 0.00 ആ വരുന്ന വാല്യൂ എടുക്കണം. അത് കിട്ടുന്നത് 0.2881. മറ്റേതിന്റെ വാല്യൂ കിട്ടുന്നത് 0.4772. അതായത് 2 വരെ. അപ്പൊ 2.0 പിന്നെ എന്താണ്? ഈ സൈഡിലുള്ള ഒരു ഈ സൈഡിൽ 2.0യും ഇവിടെ 0.00 ഇത് വരുന്ന ഇവിടുത്തെ വാല്യൂ എടുത്താൽ മതി. അതായത് 0.4772 എന്ന് വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0.7653 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഈ സെക്കൻഡ് പാർട്ടാണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 45. എന്ത് ചെയ്യാം? രണ്ട് സൈഡ് mu കുറയ്ക്കണം, സിഗ്മ ഡിവൈഡ് ചെയ്യണം. അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് mu ബൈ സിഗ്മ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 45 മൈനസ് mu ബൈ സിഗ്മ. രണ്ട് സൈഡ് നമ്മൾ mu കുറച്ചു, സിഗ്മ ഡിവൈഡ് ചെയ്യണം. ഇതെന്താണ്? ഇത് ഇസെഡ് ആണ്. പ്രോബിലിറ്റി ഓഫ് ഇസെഡ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു, ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. 45 മൈനസ് mu എത്രയാണ്? 30 സിഗ്മ 5. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് ഇസെഡ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഒരു നോർമൽ കർവ് വരച്ച് നോക്കാം. നോർമൽ കർവ് എന്താണ്? നോർമൽ കർവ് ഇസ് ബെൽ ഷേപ്ഡ് ആൻഡ് ഈസ് സിമെട്രിക് അബൌട്ട് ദി ആക്സിസ്. ടോട്ടൽ ഏരിയ അണ്ടർ ദ നോർമൽ കർവ് ഈസ് 1. അടുക്ക് 0 ആണ്. 3 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സൈഡിലെ ഒരു വാല്യൂ ആണ്.
അതിനെക്കാളും വലുത് കണ്ടോ, ഇസഡ് ഗ്രേറ്റർ ദാൻ 3 എന്നാണ്. പ്രോബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 3യേക്കാളും വലുതായിട്ടുള്ള ഭാഗം അത് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് പകുതി 0.5 ആണെന്ന് അറിയാമല്ലോ. പകുതി 0.5 ആണ്. 0.5 നിന്നും 0.5 മൈനസ് 0 to 3 കുറച്ചാൽ പോരെ. നമുക്ക് 0 to ഒരു പോസിറ്റീവ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നോർമൽ ടേബിളിൽ നിന്ന്. നോർമൽ ടേബിളിൽ നിന്ന് 0 to ഒരു പോസിറ്റീവ് വാല്യൂ 0 to 3 കണ്ടുപിടിക്കാൻ പറ്റും. 0 to 3 കുറച്ചാൽ മതി. പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 3 കുറച്ചാൽ മതി. അപ്പൊ എന്ത് വരും? അതായത് ഇനി എന്താണ്? അതായത് പകുതി 0.5 ആണ്. 0.5 നിന്നും പകുതി 0.5 നിന്നും 0 to 3 കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ റിക്വേർഡ് റീജിയന്റെ ഏരിയ കിട്ടും. 0 to 3 കണ്ടുപിടിക്കും. നമ്മുടെ നോർമൽ ടേബിൾ നോക്കിയിട്ട് നോർമൽ ടേബിൾ എങ്ങനെ ഇരിക്കും? നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു 3.0 വരും. ഇവിടെ ഒരു 3.0 വരും. 3 അല്ലേ വാല്യൂ. അപ്പൊ ഇവിടെ എന്താണ്? 0.00. അടുത്ത് 0.01 ഉണ്ട്. അടുത്ത് 0.02 ഉണ്ട്. അങ്ങനെ 0.9 വരെ വരും. 0.09 വരെ. അപ്പൊ എന്താണ്? 3.0 അതായത് ഇവിടെ വരുന്ന വാല്യൂ എന്താണ്? അതാണ് വാല്യൂ. അത് എടുത്ത് എഴുതുമ്പോഴത്തേക്ക് 0.4987 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.0013 എന്നാണ് കിട്ടുന്നത്. അതായി കഴിഞ്ഞു. മൂന്നാമത്തെ പാർട്ട് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്ത് ചെയ്താൽ മതി? നമുക്ക് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് മോഡ് x മൈനസ് 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കണ്ടുപിടിക്കാനായിട്ട് 1 മൈനസ് ചെയ്താൽ മതി ബാക്കിയുള്ളത്. ഇതെന്താണ്? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എന്താണ്? മോഡുലസിന്റെ വാല്യൂ. മോഡുലസിന്റെ മീനിങ് എന്താണ്? ഇപ്പം പറയുന്നത് മോഡ് x മൈനസ് 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? -5നും +5നും ഇടയ്ക്കാണ് x മൈനസ് 30 എന്നാണ് മീനിങ്. അതായത് -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മൈനസ് 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് ഇതിന്റെ മീനിങ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ ഈ x മൈനസ് 30യുടെ വാല്യൂ -5നും +5നും ഇടയ്ക്കെന്നാണ്. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് x മാത്രം മതി. ഈ -30 മാറ്റാൻ എന്ത് ചെയ്യണം? ഒരു +30 ത്രൂ ഔട്ട് ആഡ് ചെയ്യാം. ഒരു +30 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 1 മൈനസ് ഇവിടെ എന്ത് വരും? -5 + 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മൈനസ് 30 + 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 + 30. നമ്മൾ ഈ 3 സൈഡും ഒരു +30 ആഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇത് 25 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 30 വെട്ടിപ്പോയിട്ട് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35. ഇപ്പോഴാണ് നമ്മുടെ സാധാരണ ഒരു ക്വസ്റ്റ്യൻ പോലെ ആയത്. ഇനി എന്ത് ചെയ്യാം? നമ്മൾ 2 സൈഡ് 3 സൈഡ് മ്യൂ കുറയ്ക്കും. സിഗ്മ ഡിവൈഡ് ചെയ്യും. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് 25 മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 മൈനസ് മ്യൂ ബൈ സിഗ്മ. ഇപ്പോഴാണ് ആ ഫോർമുല ആയത്. ഇതെന്താണ്? ഇത് ഇസഡ് ആണ്. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് 25 മൈനസ് മ്യൂ എത്ര? 30 സിഗ്മ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 മൈനസ് 30 ബൈ 5 ഇതാണ്. അപ്പൊ എന്ത് വരും? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എന്താണ് വേണ്ടത്? 1 നിന്നും -1 to +1 വരെയുള്ള ഏരിയയാണ് വേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കൊരു നോർമൽ കർവ് വരയ്ക്കാം. നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ് ആന്റി സിമെട്രിക് അബൌട്ട് ദി ആക്സിസ്. ഇവിടെ 0 ആണ്. നെഗറ്റീവ് സൈഡിൽ ഒരു നെഗറ്റീവ് എണ്ണം, പോസിറ്റീവ് സൈഡിൽ ഒരു പോസിറ്റീവ് എണ്ണം. ഇതെന്ത് വരും? ഇത്രയല്ലേ വേണ്ടത്? ഇത്രയല്ലേ? ഇതെന്താണ്? 0 to -1 + 0 to +1 അല്ലേ? 0 to -1 + 0 to +1 തന്നെയല്ലേ? 0 to -1 തന്നെയാണ് 0 to 1. അപ്പൊ എന്ത് വരും? 0 to 1 + 0 to 1 അല്ലേ? അപ്പൊ 2 times 0 to 1 എടുത്താൽ പോരെ? അപ്പൊ 1 മൈനസ് 2 times പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1. -1 to +1 ആണ് ആവശ്യം. അതായത് -1 മുതൽ 0 വരെ +0 മുതൽ 1 വരെ. -1 to 0 തന്നെയാണ് 0 to 1. അപ്പൊ 0 to 1 + 0 to 1 എന്ത് വരും? 2 times 0 to 1 ആണ്. അപ്പൊ 2 times 0 to 1 എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ നോർമൽ ടേബിൾ നോക്കിയിട്ട് ഇവിടെ ഒരു 1.0 ഇവിടെ 0.00 വരുന്ന വാല്യൂ നോക്കിയെടുക്കുക. അത് കിട്ടുന്നത് 0.3413 ആണ്. അപ്പൊ എന്ത് കിട്ടും? 1 മൈനസ് 2 times 0.3413 ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 0.3174 എന്ന ആൻസർ കിട്ടും. ഓക്കെ.